കേരളത്തിന്റെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുമായി സംസാരിച്ചു, രാഷ്ട്രീയ പാർട്ടിക്കാരെ സംസാരിച്ചു, പല ബൂത്തുകളുടെ ആളുകളുമായി സംസാരിച്ചു. രാത്രിക്ക് ശേഷം പല നേതാക്കളും നമ്മെ വിളിക്കുകയും നേതാക്കളോട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ മൊത്തത്തിൽ കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ അങ്ങോട്ട് വടക്കോട്ട് നോക്കിയാൽ, തെക്ക് മുതൽ വടക്കോട്ട് പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM തന്നെയാണ് വീണ്ടും അപ്പർ ഹാൻഡ്. ഇതിനിടയിൽ C4ന്റെ ഒരു സർവേ വന്നു, 65 സീറ്റ് കിട്ടി. BJP വരുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു സാധ്യത കാണുന്നില്ല. ഒരു 40-45 സീറ്റ് കിട്ടി. CPM ആയിരിക്കും ഒറ്റക്കക്ഷിയായി വരുന്നത്. അപ്പോഴും അവർക്ക് 51 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയായി നിൽക്കും. എന്നാൽ BJP ഒരു 35-40 സീറ്റ് പിടിക്കുകയും കോൺഗ്രസ് 10-15 സീറ്റ് പിടിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയ സാഹചര്യമായിരിക്കും തിരുവനന്തപുരത്ത് വരിക. അങ്ങനെ വരുമ്പോൾ BJP ഒറ്റക്കക്ഷിയാകുമ്പോൾ BJPക്ക് പിന്നെ മേയറാകാൻ പറ്റുമോ, അല്ലെങ്കിൽ കോൺഗ്രസും CPM കൂടെ ഒന്നിക്കുമോ എന്നുള്ള വലിയൊരു ജോലി തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. BJP ഒറ്റയ്ക്ക് 60 സീറ്റ് പിടിച്ചോ, 55 സീറ്റ് കുടിച്ചോ, അല്ലെങ്കിൽ 50-ന് മുകളിൽ സീറ്റ് പിടിച്ചാൽ കേരളത്തിലെ BJPയുടെ അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്നിരിക്കും. അത് നിയമം പോലല്ല. പിന്നെ തിരുവനന്തപുരവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ആറ്റിങ്ങലും എല്ലാം BJPക്ക് കൃത്യമായി കയറിപ്പോകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓരോ മണ്ഡലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള വിവിധ മണ്ഡലങ്ങളുമായി, അസംബ്ലി മണ്ഡലങ്ങളുമായി ബന്ധിപ്പിച്ച് കോർപ്പറേഷൻ വാർഡുകളെ നോക്കിയാൽ BJPക്ക് ഒരു 40-45 വാർഡുകൾ കിട്ടിയാൽ തത്വത്തിൽ BJP ആയിരിക്കും കേരളത്തിൽ പിന്നെ ഒരു വലിയ പാർട്ടിയായി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും കോർപ്പറേഷൻ അവർക്ക് ഭരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കൊല്ലത്താണെങ്കിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. പക്ഷെ ആ നടക്കുന്ന മത്സരം BJPയും പിന്നെ CPM തമ്മിലാണ്. കോൺഗ്രസ് അത്ര വലിയൊരു പിക്ചറിൽ ഇല്ല പഴയതുപോലെ. കൊച്ചി എടുത്താൽ കൊച്ചിയിൽ കോൺഗ്രസിനാണ് ഒരു മുൻതൂക്കം നിൽക്കുന്നത്. ഇപ്പോൾ അത് ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നു. പിന്നെ പൊതുവെ ഒരു കോൺഗ്രസ് ചായവുള്ള, കോൺഗ്രസിന് വലിയ ഇടമുള്ള പ്രദേശമാണ് കൊച്ചി. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചി അനിൽകുമാർ എന്ന് പറയുന്ന CPMന്റെ മേയറായിരുന്നു. ഇനി ഇതാണ് കൊച്ചി മുതൽ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള കഥയെങ്കിൽ നാളെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ അടകടപ്പ് പരിപാടി നടക്കുന്നുണ്ട്. അവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ത് തന്നെയായിരുന്നാലും പിടിച്ചിരിക്കും BJP എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടയിൽ മുൻമന്ത്രി സുനിൽകുമാറിന്റെ ഒരു തട വന്നിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വോട്ട് ചെയ്തു, പിന്നെ തൃശ്ശൂർ വോട്ട് ചെയ്തു. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്ത് നിന്ന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള ഒരു ചർച്ചയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ ആയിരുന്നാലും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വോട്ടെടുപ്പിൽ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും വരുന്നത്. എങ്ങനെയായാലും 7 മുതൽ 8 ജില്ലകൾ വരെ പിന്നെ ജില്ലാ പഞ്ചായത്തുകൾ CPMന് കിട്ടുകയും 6 മുതൽ 7 ജില്ലകൾ വരെ നമ്മുടെ കോൺഗ്രസിന് കിട്ടുകയും, ചിലപ്പോൾ കാസർഗോഡുള്ള ജില്ലകൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ BJP ശക്തമായ സാന്നിധ്യം തെളിയിക്കും. അതുപോലെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പ്രാവശ്യം BJP എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 17 സീറ്റുകളുണ്ട്. അവർ വളരെ ശക്തമായ ഒരു സാന്നിധ്യം ഇപ്രാവശ്യം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറയിൽ വലിയ സാധ്യതയാണ് തൃപ്പൂണിത്തറ കാണുന്നത്. അതുപോലെ തന്നെ പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിൽ ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആടപടലമാണ് ഗ്രൂപ്പ് വഴക്ക്. അവിടെ കൃഷ്ണകുമാറിന്റെ ഗ്രൂപ്പ്, പ്രമീള ദേവിയുടെ ഗ്രൂപ്പ്, ശിവരാജന്റെ ഗ്രൂപ്പ്, പ്രശാന്തിന്റെ ഗ്രൂപ്പ്, അവിടെ ഗ്രൂപ്പിന്റെ അയ്യര് കളിയാണ്. അതെങ്ങനെയാണ് പാലക്കാട് നഗരസഭയിൽ BJPയെ സഹായിക്കാൻ അറിയില്ല. ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് അബ്സ്കോണ്ടിങ് ആയിരുന്നു എന്നുള്ള നിലയിലാണ് ശോഭാ സുരേന്ദ്രൻ. അവസാന നാളുകളിൽ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളൊന്നും കേൾക്കാൻ തന്നെ ഇല്ലായിരുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ പൊളിറ്റിക്കൽ കരിയറിലെ വാട്ടർലൂ ആകുമോ ഈ തെരഞ്ഞെടുപ്പ്, അതോ അദ്ദേഹത്തിന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിക്കുമെന്ന് പറയാൻ ഡൽഹിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് കിട്ടാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കഴിയുമോ? കോർപ്പറേഷൻ പിടിച്ചാൽ പിന്നെ കേരളമാണ് ഞങ്ങൾ പിടിക്കുക എന്ന് പറയും. തിരുവനന്തപുരത്ത് തിലകം ചാർത്തുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പിന്നെ തൃശ്ശൂർ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തു. ഇവിടെ തിലകം ചാർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. 70 മുതൽ 74% വരെയാണ് ഓരോ ജില്ലകളിൽ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ്. പക്ഷേ മൊത്തത്തിൽ എടുക്കുമ്പോൾ 7 ജില്ലകളും കണക്കാക്കിയാൽ ഏകദേശം 70% ആളുകൾ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴും നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത് 30% ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. ഇനി വേറൊരു നല്ല തമാശ പറഞ്ഞാൽ ഈ 30%വും ഇപ്പോൾ ഈ 70-ൽ 36% കിട്ടുന്ന ആൾ ജയിക്കുമല്ലോ. ഞാൻ വേറെ തലത്തിൽ പറയാണ്. അപ്പൊ 34% കിട്ടുന്നവരാണ് പ്രതിപക്ഷം. ആ 34 30 കൂടെ കൂട്ടിയാൽ 64 പ്രതിപക്ഷവും ബാക്കി 36 ഭരണപക്ഷവും. ഇതാണ് ജനാധിപത്യത്തിന്റെ
ഒരു തളർച്ച എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു തളർച്ച ഇതാണ്. കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് പിന്നെ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരമില്ലാതെയാണ് ഈ ജനാധിപത്യം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെങ്കിലും 50% വോട്ട് ആകെ പോൾ ചെയ്യുന്നത് പോരാ, ആകെ ജനസംഖ്യയുടെ 50% വോട്ട് പിടിക്കുന്നവരെ താഴെത്തട്ടുകൾ പഞ്ചായത്ത് വാർഡിലൊക്കെ വരുന്ന പുതിയ നിയമം വരണം. എല്ലാവരും വോട്ട് ചെയ്യണമെന്നുള്ള കർശനമായ നിയമവും ആവശ്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നുമില്ല. നഗരങ്ങളിലൊക്കെ വലിയ കുറവായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 70%മേ ഉള്ളൂ. മറ്റ് ജില്ലകളും കൂടി കണക്കാക്കി ചില ജില്ലകളിൽ 74% ഉണ്ടായിരുന്നു. അപ്പോൾ 70-ന് 74% ഇടയ്ക്കാണ് വോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ശരാശരി 70% ഉള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വീണ്ടും ഒരു ഓട്ടപ്രദക്ഷിണം കൂടെ നടത്തിയാൽ തിരുവനന്തപുരത്ത് ഈ 45-40 അല്ലെങ്കിൽ 15-16 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. എന്തായാലും ഒരു സ്വീപ്പിംഗ് വിക്ടറി അല്ലെങ്കിൽ അങ്ങ് കംപ്ലീറ്റ് തൂത്തുവാരുന്ന ഒരു വിജയം ഒരു മുന്നണിക്കും തിരുവനന്തപുരത്ത് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഫീൽഡ് തലത്തിലെ വിലയിരുത്തൽ. ഇനിയും വിവരങ്ങൾ വരാനുണ്ട്. കാരണം മറ്റു ചാനലുകളൊക്കെ ദിലീപിന്റെ പിറകെയായിരുന്നു. ഇനിയിപ്പോൾ അവർ ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് വരണം. നാളെ കൂടെ കഴിയുമ്പോൾ എക്സിറ്റ് പോളുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൂടി വരുമ്പോഴാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു രൂപം കിട്ടുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കേരളത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എല്ലാ കാലവും എണ്ണം കൊണ്ട് മുന്നിൽ നിന്നിട്ടുള്ളത്. കാരണം അതിന് മറ്റൊന്നുമല്ല. കാരണം അവരുടെ ഭരണ മികവ് കൊണ്ടോ അവരുടെ തയ്യാറെടുപ്പ് കൊണ്ടോ ഒന്നുമല്ല. താഴെ തലങ്ങളിലുള്ള സംഘടനാ സംവിധാനം ഏറ്റവും കൂടുതലുള്ളത് CPM-നും CPI-ക്ക് പോലെ കേഡർ സംവിധാനമുള്ളത്. കോൺഗ്രസിനാണെങ്കിൽ ഒരാൾക്കൂട്ടമാണ്. അത് മോളിൽ മാത്രം കിടന്ന് ഇങ്ങനെ പ്രളയം കാണിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയും, മറ്റൊരു നേതാവ് 12 കാര്യം പറയും. പലരും ഇപ്പോൾ ദിലീപിന്റെ വിഷയം തന്നെ എടുത്ത് നോക്കും. അടൂർ പ്രകാശ് ഒന്ന് പറയും, അടൂർ പ്രകാശ് പറയുമ്പോൾ സണ്ണി ജോസഫ് വേറെന്ന് പറയും, ഉടനെ മുരളീധരൻ മറ്റൊന്ന് പറയും. അവർക്ക് യാതൊരു ധാരണയുമില്ല എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ആരോടാണ്, ഏത് രൂപത്തിൽ പറയണമെന്ന്. ഇഷ്ടമായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ പറയുകയും ജനങ്ങളിടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഈ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാമെങ്കിൽ റിസൾട്ട് വരണം. അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ സ്വാധീനിച്ചതുപോലെ അത് കോൺഗ്രസിനാണോ ഗുണം ചെയ്യുന്നത് അതോ BJP-ക്കാണോ ഗുണം ചെയ്യുന്നത് നമുക്കറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും 20 മുതൽ 25% വരെ വോട്ട് BJP-ക്ക് കേരളത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളത് മറ്റൊരു സൂചനയാണ്. നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല. BJP തെക്കൻ കേരളത്തിൽ വരാനുള്ള സാധ്യത. അപ്പൊ തെക്കൻ കേരളം, കാരണം വടക്കൻ കേരളം എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോട്ടയാണ് വടക്കൻ കേരളം. അതേസമയം തെക്കൻ കേരളത്തിലാണ് എന്തെങ്കിലും ഒരു സാധ്യത BJP-ക്ക് വരുന്നത്. ആ സാധ്യത 7 ജില്ലകളിൽ വരുമോ? അങ്ങനെ വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയും ഞാൻ ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുകയും പന്തളം മുനിസിപ്പാലിറ്റി പിടിക്കുകയും ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ BJP കൈക്കലാക്കാൻ പറ്റിയാൽ 2026-ൽ അവർക്കൊരു വലിയ മത്സരം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും. ചില സീറ്റുകൾ കൊണ്ടേ അവർ പോവുകയുള്ളൂ.